കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ യഥാർത്ഥ രൂപം ഇപ്പോൾ സാഹിത്യകാരന്മാർ വരെ മനസ്സിലാക്കാൻ തുടങ്ങി എന്നുള്ളതിൻ്റെ ഉദാഹരണമാണ് ഇന്നലെ MTയുടെ പ്രസംഗം. അത് വളരെ അർത്ഥവത്താണ്. അതായത് ഇപ്പോഴത്തെ മുഖ്യമന്ത്രി കമ്മ്യൂണിസ്റ്റ് പാരമ്പര്യത്തിൽ നിന്ന് എന്തുമാത്രം മാറി എന്നുള്ളത് വളരെ വ്യക്തമാണ്. എഴുത്തും വായനയും അറിയാവുന്നവർക്കൊക്കെ അത് കേട്ടാൽ മനസ്സിലാവും. EP ജയരാജന് മനസ്സിലാവാഞ്ഞിട്ടല്ല, പക്ഷെ അത് മനസ്സിലായി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ജോലി പോകുന്നുള്ളതുകൊണ്ട് അദ്ദേഹം ഒന്ന് മാറ്റി പറഞ്ഞു. എല്ലാവർക്കും കാര്യം മനസ്സിലായി. ഇനി മോഡിയെക്കുറിച്ച് പറഞ്ഞാലും ഞങ്ങൾക്ക് തർക്കമൊന്നുമില്ല, പക്ഷേ ഫലത്തിൽ പിണറായിനെയാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. അത് മോഡിക്ക് അപ്ലിക്കബിൾ ആണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. രണ്ടു കൂട്ടരും ഒരുപോലെ തന്നെയാണ്, ഞങ്ങൾ രണ്ടുപേരും ഒരുപോലെയാകാണ്. ഇന്നലത്തെ ആ പ്രഭാഷണത്തിൽ നിന്ന് മുഖ്യമന്ത്രിനെയും ഒരുപക്ഷെ പ്രധാനമന്ത്രിനെയും ഉദ്ദേശിച്ചിരിക്കാം. ഏതായാലും രണ്ടുപേർക്കും അത് ബാധകമാണ്. ഇന്നലെ MT പറഞ്ഞത് രണ്ടുപേർക്കും ബാധകമാണ്. ഞങ്ങൾ പല കാര്യങ്ങളും സംസാരിക്കുന്നതിൽ അദ്ദേഹം പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ സമൂഹത്തിലെ പ്രശ്നങ്ങളെക്കുറിച്ച് പൊതുവായി സംസാരിക്കുന്നത് എനിക്കും ചിലത് പറയാനുണ്ട്, പറയേണ്ട സമയമായി എന്ന് കരുതുന്നു. ഞാൻ ചിലതൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് സുധീർ, നാളത്തെ ഉദ്ഘാടന പ്രസംഗത്തിൽ ഞാനത് കൃത്യമായിട്ട് പറയും എന്ന് തന്നെയാണ് എന്നോട് പറഞ്ഞത്. അപ്പോൾ അത് വ്യക്തമാണ്, അദ്ദേഹം വളരെ ധാരണയോടുകൂടി വന്ന ആളാണ്. ധാരണയില്ലാതെ ഒരു വാക്ക് പോലും ഒരു ചുണ്ടിൻ്റെ ചലനം പോലും ആലോചിക്കാതെ ചെയ്യുന്ന ആളല്ല MT പറഞ്ഞതാണ് യാഥാർത്ഥ്യമാണ്. സമൂഹത്തിൻ്റെ മുന്നിലുള്ള യാഥാർത്ഥ്യത്തെ അത് പൊളിറ്റിക്സായി ചുരുക്കി കാണരുതെന്നാണ് ഞാൻ പറയുന്നത്. അതൊരു സമൂഹം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വലിയ പ്രതിസന്ധിയെക്കുറിച്ചാണ് MT പറഞ്ഞത്. MT എന്നും രാഷ്ട്രീയം പറഞ്ഞിട്ടുണ്ട്, കാരണം പക്ഷേ അത് പറയേണ്ട സമയം നമുക്കറിയാം. നോട്ട് ചെയ്തതിനകത്തെ സമയത്ത് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം വ്യക്തിപരമായിട്ട് ആരെങ്കിലും പരാമർശിക്കുന്ന പരിപാടി അദ്ദേഹം ഒരിക്കലുമില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ വാക്കുകളും അദ്ദേഹം തിരഞ്ഞെടുക്കുന്ന വേദിയും ഒക്കെ വളരെ പ്രധാനപ്പെട്ടതാണെന്നാണ് കരുതുന്നത്. EMSനെ ഉദാഹരിച്ചുകൊണ്ട് എങ്ങനെയാണ് അധികാരം ജനക്ഷേമത്തിന് വേണ്ടി പ്രയോഗിക്കേണ്ടത് എന്ന് അദ്ദേഹം പറഞ്ഞു. ബാക്കിയെല്ലാം വിവക്ഷകളാണ്. അതിൽ നിന്ന് പലർക്കും പല അർത്ഥങ്ങളും കണ്ടുപിടിക്കാം. ആ രീതിയിൽ കണ്ടുപിടിക്കപ്പെട്ട അർത്ഥങ്ങളാണെന്ന് പറയാൻ പറ്റും. എനിക്ക് കേട്ടപ്പോൾ അങ്ങനെ തോന്നി. എനിക്ക് പൊതുവേ തോന്നിയത് അധികാരത്തെ പറ്റിയിട്ട് ഒരു വളരെ പ്രധാനപ്പെട്ട പ്രസ്താവമായിരുന്നു നിശ്ചയമായിട്ടും അത്. അപ്പോൾ അധികാരം പ്രധാനമായിട്ടും പ്രയോഗിക്കേണ്ടത് ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടിയാണ്, അല്ലെങ്കിൽ സ്വാർത്ഥ ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയോ അല്ലെങ്കിൽ അവരവരുടെ അധികാരം പ്രകടിപ്പിക്കുന്നതിന് വേണ്ടിയോ അല്ല എന്നുള്ള ഒരു അധികാരത്തെക്കുറിച്ചുള്ള ഒരു പൊതുവായ അഭിപ്രായ പ്രകടനം ആയിട്ടാണ് എനിക്കത് അനുഭവപ്പെട്ടത്. തീർച്ചയായിട്ടും മുഖ്യമന്ത്രി അവിടെ ഇരിക്കുന്നതുകൊണ്ട് ആ രീതിയിലുള്ള വ്യാഖ്യാനങ്ങൾ നടത്തപ്പെടുന്നുണ്ട് എന്ന് എനിക്കറിയാം. പക്ഷേ അങ്ങനെ കാണണമെന്നില്ല. അതിനെ എനിക്ക് തോന്നുന്നു പല രീതിയിലും അതിനെ വ്യാഖ്യാനിക്കാമായിരിക്കും.